മാനേജ്മെൻറ്റ് സയൻസ് പ്രോബ്ലം സോൾവിംഗ് പാർട്ട് 3 ആണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 16th ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ഗ്രാഫിക്കലി ദ ഗിവൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു LPP ആണ് തന്നിട്ടുള്ളത്. ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. മിനിമൈസ് z = 3x1 + 5x2 എന്നാണ്. അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ആൻസർ ഷീറ്റിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതുകയാണ്. മിനിമൈസ് z = 3x1 + 5x2. മിനിമൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ് കേട്ടോ. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. കോസ്റ്റ് ആണല്ലോ നമ്മൾ മിനിമൈസ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. മിനിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ കോസ്റ്റ് ആയിരിക്കും മിനിമൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതിൻ്റെ കൺസ്ട്രെയിൻസും നമ്മൾ എഴുതാണ്. നമ്മൾ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈക്വലൈസേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈക്വലൈസേഷൻ ആണ്. ഈക്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ്, എല്ലാ കൺസ്ട്രെയിൻസും ഈക്വൽ ടു ആക്കി എഴുതുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഓരോ കൺസ്ട്രെയിൻസും ഈക്വൽ ചെയ്ത് എഴുതുകയാണ്. -3x1 + 4x2 = 12. നെക്സ്റ്റ് 2x1 - x2 = -2. 2x1 + 3x2 = 12. x1 = 4, x2 = 2, x1 = 0, x2 = 0. എല്ലാം നമ്മൾ ഈക്വൽ ആക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഗ്രാഫിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഇക്വേഷനിലും x1 x2 കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ x1ന് 0 കൊടുക്കുക, ദെൻ x2 കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ x2ന് 0 കൊടുക്കുക, x1 കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ലെറ്റ് x1 = 0, x1 0 ആണെങ്കിൽ x2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ 0 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. -3 × 0 + 4x2 = 12. -3 × 0 0. So 4x2 = 12, x2 = 12/4, that is 3. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടി. ഫസ്റ്റ് പോയിന്റ് കിട്ടി x1 = 0, അപ്പോൾ 0, x2 = 3. അപ്പോൾ 0, 3 എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ആ ഒരു ഇക്വേഷൻ ലൈൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് 0, 3. ഇനി നമ്മൾ x2 = 0 കൊടുക്കുക. ലെറ്റ് x2 = 0. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3x1 + 4 × 0 = 12. -3x1 = 12, x1 = 12 divided by -3. So x1 = 12 by -3 എന്ന് പറയുമ്പോൾ -4. ഇപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ദ പോയിന്റ്സ് ആർ -4, 0. ഇനി നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. 2x1 - x2 = -2. ലെറ്റ് x1 = 0, then 2 × 0 -x2 = -2, -x2 = -2, x2 = പ്ലസ് ആവും, +2. പോയിന്റ്സ് ആർ 0, 2. ലെറ്റ് x2 = 0, 2x1 - 0 = -2, 2x1 = -2, x1 = -2/2 = -1. പോയിന്റ്സ് ആർ -1, 0. അതിന് നമ്മൾ x1ന് 0 കൊടുക്കുന്നു, x2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ x2ന് 0 കൊടുക്കുന്നു, x1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ രണ്ട് പോയിന്റ്സ് കിട്ടുന്നു. അതാണ് ആ ഒരു ഇക്വേഷൻ്റെ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇക്വേഷൻ 2x1 + 3x2 = 12. ലെറ്റ് x1 = 0, 2 × 0 + 3x2 = 12, 3x2 = 12, x2 = 12/3, that is 4. Points are 0, 4. Let x2 = 0, 2x1 + 3 × 0 = 12, 2x1 = 12, x1 = 12/2, that is 6. Points are 6, 0. നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് x1 = 4 ആൻഡ് x2 = 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. പോയിന്റ്സ് 4, 0 ആൻഡ് 0, 2 അതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഡ്രോ എ ഗ്രാഫ്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരച്ചതിന് ശേഷം ഓരോ പോയിന്റ്സും പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് 0, 3 ആൻഡ് -4, 0. അപ്പോൾ 0, 3 എന്നുള്ളത് y ആക്സിസിലാണ് വരിക.
-4 0 എന്ന് പറയുമ്പോൾ -4 x1 ആണല്ലേ, അപ്പോൾ എക്സ് ആക്സിസിലാണ് വരിക. സോ ഈ രണ്ട് പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ വരയ്ക്കണം. രണ്ട് പോയിന്റ്സിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേതാണ് ഇക്വേഷൻ വരുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ ആണല്ലേ, -3x1 + 4x2 = 12. അതാണ് ആ ലൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. 2x1 - x2 = -2. ആ ഒരു ഇക്വേഷൻ്റെ പോയിന്റ്സ് ആണ് പ്ലോട്ട് ചെയ്യുന്നത് 0 2 -1 0. അപ്പോൾ 0 2 എന്നുള്ളത് y ആക്സിസിലും -1 x ആക്സിസിലും മാർക്ക് ചെയ്തു. ഇനി അത് തമ്മിൽ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുക, ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ആ ഇക്വേഷൻ ഏതാണ്, 2x1 - x2 = -2. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ വരയ്ക്കാം. 2x1 + 3x2 = 12. അപ്പോൾ ഇതൊക്കെയാണ് 0 4 and 6 0. 4 എന്നുള്ളത് y ആക്സിസിലും 6 എന്നുള്ളത് x ആക്സിസിലും മാർക്ക് ചെയ്തു. ഇനി ലൈൻ വരയ്ക്കുക, അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഏതാണ് ഇക്വേഷൻ, 2x1 + 3x2 = 12. ഇപ്പം നമുക്ക് ഇത്രയും ലൈൻസ് കിട്ടി. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്, x1 = 4. x1 എന്ന് പറയുന്നത് x ആക്സിസിലാണ്, അപ്പോൾ 4 x ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ x2 മാർക്ക് ചെയ്യുക, x2 = 2. സോ y ആക്സിസിൽ 2 മാർക്ക് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. x2 = 2. ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ഫീസിബിൾ റീജിയൻ കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കൺസ്ട്രെയിൻസ് നോക്കുന്നു. അതിൻ്റെ കൺസ്ട്രെയിൻസിൽ നോക്കുക. -3x1 + 4x2 <= 12 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ഞാനത് > ആക്കിയിട്ടാണ് ചെയ്യുന്നത്. > ആക്കി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് -4 നിന്നാണ് അല്ലേ. നെഗറ്റീവ് സൈഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പർ, അതെൻ്റെ ഈ ഒരു ലൈനിൻ്റെ അപ്പർ എന്ന് പറയുന്നത് വരുന്നത് ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിന് ആ ഭാഗത്തേക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ നോക്കുക. 2x1 - x2 > -2 എന്നാണ്. സോ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇതും നമ്മൾ നെഗറ്റീവ് സൈഡിൽ തന്നെയാണല്ലോ ഗ്രാഫിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോക്കാം എങ്ങോട്ടേക്കാണ്, ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അതായത് കൺസ്ട്രെയിൻസിൻ്റെ സിമ്പിൾസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആ ഒരു കൺസ്ട്രെയിൻ ലൈനിൻ്റെ എബവ് ആണ് ഷെയ്ഡ് വരിക. ഇനി <= ആണ് അതിൻ്റെ സിമ്പിൾ എന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻ ലൈനിൻ്റെ ബിലോ ആണ് ഷെയ്ഡ് വരിക. ഇവിടെ നെഗറ്റീവ് നിന്നാണ് ഈ രണ്ട് ലൈൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് > എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ നോക്കാം. നെക്സ്റ്റ് കൺസ്ട്രെയിൻ 2x1 + 3x2 > 12 എന്നാണ്. അപ്പോൾ ആ ഒരു ലൈൻ നോക്കുക. ഓക്കെ, ഇതാണ് 2x1 + 3x2 > 12. സോ ഗ്രേറ്റർ ദാൻ ആണ് ഇതിൻ്റെ സിമ്പിൾ, അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിൻ്റെ എബവ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ x1 <= 4 എന്നാണ്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് വരിക, ലെസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് വരിക എന്നല്ലേ. ആ സിമ്പിൾ ലെസ് ദാൻ ആണല്ലേ. അപ്പോൾ <= എന്നാവുമ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ബിലോ അല്ലെങ്കിൽ ആ ഒരു ലൈനിൻ്റെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് x2 > 2 എന്നാണ്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ എബവ് ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. കണ്ടോ, > 2 എന്നാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സിമ്പിൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആ കൺസ്ട്രെയിൻ ലൈനിൻ്റെ എബവ് ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്കൊരു എല്ലാ ലൈൻസും ഇൻ്റർസെക്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഒരു റീജിയൻ കിട്ടിയിട്ടുണ്ട്, ഒരു ഫീസിബിൾ റീജിയൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റീജിയനിലെ പോയിന്റ്സ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഓരോ രണ്ട് ലൈൻസും ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ പോയിന്റ്സ് ഉണ്ടല്ലോ, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അതിന് നമ്മൾ ഓരോ പേര് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ പോയിന്റ്സിനെല്ലാം പേര് കൊടുക്കുകയാണ്. PQRST ആണ് ഞാൻ നെയിം കൊടുത്തിട്ടുള്ളത്. രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഞാൻ P കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ട് ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ Q, പിന്നെ R, പിന്നെ S ആൻഡ് T. ഇപ്പോൾ PQRST അങ്ങനെ നമുക്ക് നെയിംസും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫീസിബിൾ റീജിയൻ. സോ ഇനി നമ്മൾ ഓരോ പോയിന്റ്സും ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ ലൈൻസ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ P എന്ന പോയിന്റ് പാസ് ചെയ്യുന്നത് 2 ലൈൻസിലൂടെയാണ് അല്ലേ. രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്നിടത്താണ് P ഉള്ളത്. സോ P പാസസ് ഓവർ 2 ലൈൻസ്. അത് ഏതൊക്കെയാണ് രണ്ട് ലൈൻസ് എന്നുള്ളത് എഴുതുക.
അതിനുശേഷം അതിന് 1 2 എന്ന് നെയിം കൊടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ 2 എന്നും കൊടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ, രണ്ട് ലൈൻസിൽ ഏതിന് വേണമെങ്കിലും ആദ്യം എഴുതാം. ഞാനിവിടെ 2x1 - x2 = -2 ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ 2x1 + 3x2 = 12 അതാണ് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും ആദ്യം എടുക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ഈ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ 0 ആയി പോകണം, ഒരെണ്ണം ക്യാൻസൽ ആയി പോകണം അല്ലേ. അപ്പം നമുക്കിവിടെ 2x1 2x1 രണ്ട് ഇക്വേഷനിലും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സബ്ട്രാക്ട് ചെയ്ത് കളയാൻ പറ്റും. സോ സബ്ട്രാക്ട് ഇക്വേഷൻ നമ്പർ 2 ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, 2x1 - x2 = -2 സബ്ട്രാക്ട് 2x1 + 3x2 = 12. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x1 ക്യാൻസൽ ആയി പോയി അല്ലേ. 2x1 - 2x1 0. നെക്സ്റ്റ് -x2 - 3x2. -x2 എന്ന് പറയുമ്പോൾ അവിടെ -1 ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. -1x2 - 3x2. സോ -x2 - 3x2 എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സെയിം സിമ്പിൾ ഇടാണ് അല്ലേ. അപ്പോൾ 3 + 1 4 -4x2 ആണ് നമുക്ക് കിട്ടുക. -4x2 = -2 - 12 രണ്ടും സെയിം സിമ്പിൾ ആണ്, ആഡ് ചെയ്തിട്ട് ആ സിമ്പിൾ തന്നെ ഇടാം. സോ -2 - 12 = -14. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി, -4x2 = -14 കിട്ടി. സോ അത് സോൾവ് ചെയ്യുക. x2 = -14 / -4. ദാറ്റ് ഈസ് ആൻസർ എത്രയാണ് കിട്ടുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ 3.5 ആണ് കിട്ടുന്നത്. സോ x2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ ഈ രണ്ട് ഇക്വേഷൻസിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസിൽ ഏതിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഞാനിവിടെ x2ൻ്റെ വാല്യൂ 3.5 ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് x2 ഇൻ 2x1 - x2 = -2. അതായത് ഫസ്റ്റ് ഇക്വേഷൻ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ രണ്ടിൽ. ഓക്കെ, ഞാനിവിടെ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2x1 - 3.5 = -2. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. 2x1 = -2 + 3.5. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് 2x1 = 1.5 കിട്ടും. Then x1 = 1.5 / 2, that is 0.75. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ 0.75 കിട്ടിയിട്ടുണ്ട്, x2ൻ്റെ വാല്യൂ 3.5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇനി Q ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. Q എന്ന പോയിന്റ് പാസ് ചെയ്യുന്ന 2 ലൈൻസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് എഴുതുക, സോൾവ് ചെയ്യുക. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ പോയിന്റ്സിൻ്റെയും PQR ST വരെയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ Q passes 2 lines. Q പാസ് ചെയ്യുന്നത് 2 ലൈൻസിലൂടെയാണ്. ആ ലൈൻസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് ഇനി നമുക്ക് അത് സോൾവ് ചെയ്യാനുള്ളതാണ്. Q പാസ് ചെയ്യുന്ന 2 ലൈൻസ് എഴുതാം. -3x1 + 4x2 = 12. 2x1 - x2 = -2. ഇവിടെ നമുക്ക് 0 ആയി ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് വാല്യൂസ് ഒരുപോലെ ഉള്ളതൊന്നുമില്ല. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഈ ഉണ്ടാക്കുന്ന തേർഡ് ഇക്വേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, 0 ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 × 2 8. അപ്പോൾ 8x1 മൈനസ് x2ൻ്റെ അവിടെ 1 ആണ് വാല്യൂ ഉള്ളത്. അപ്പോൾ 4 × 1 4x2 = -2 × 4 -8. ഇതാണ് എന്ത് ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനിലും ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് ഒരേപോലത്തെ വാല്യൂ ഉണ്ട് അല്ലേ, 4x2. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 3 ആഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ +4x2 ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ തേർഡ് ഇക്വേഷനിൽ -4x2 ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് എടുത്ത് എഴുതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി പ്ലസ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത തേർഡ് ഇക്വേഷൻ എടുത്ത് എഴുതി, എന്നിട്ട് നമ്മളത് ആഡ് ചെയ്യാണ്. അപ്പോൾ നോക്കുക, -3x1 + 8x1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, 8 - 3 ചെയ്യുക, 5 കിട്ടും അല്ലേ. 5x1 ആണ് കിട്ടുക. നെക്സ്റ്റ് 4x2 + -4x2 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി, ദാറ്റ് ഈസ് 0. സോ നമുക്ക് 12 - 8 ആണ് അല്ലേ. 12 - 8 ആണ്. അപ്പോൾ 12 + -8 എന്ന് പറയുമ്പോൾ 12 - 8 ആണ് വരിക. സോ ഓക്കെ, നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. സോ 5x1 = 4, x1 = 4/5. എത്രയാണ് 4/5 ചെയ്യുമ്പോൾ നമുക്ക് 0.80 കിട്ടും.
ഇപ്പോൾ നമുക്ക് x1 കിട്ടിയിട്ടുണ്ട് അല്ലേ? x1 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? x2 കണ്ടുപിടിക്കാം. അപ്പോൾ x1 നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഇപ്പോൾ ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എടുത്തിട്ടുള്ളത്. -3x1 + 4x2 = 12. ഈ 0.8 x1ൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -3 × 0.8 + 4x2 = 12. -3 × 0.8 എത്രയാണ്? 0.8 എത്രയാണ് വരിക? അത് കാൽക്കുലേറ്റ് ചെയ്യാം. -2.4 + 4x2 = 12. 4x2 = 12 + 2.4. 4x2 = 14.4. x2 = 14.4 divided by 4, that is 3.6. x2 കിട്ടി അല്ലേ? x1 കിട്ടി, x2 കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആണ് നോക്കുന്നത്. പിയും ക്യൂ കഴിഞ്ഞു, ഇനി ആർ ആണുള്ളത് അല്ലേ? അപ്പോൾ ആർ എന്ന് പറഞ്ഞ പോയിന്റ് പാസ് ചെയ്യുന്ന 2 ലൈൻസ് ഏതാണ്? ഇന്റർസെക്ട് ചെയ്യുന്ന 2 ലൈൻസ് ഏതാണ്? ആ ലൈൻസ് എഴുതാം. ഇതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളതാണ്. ആർ പാസ് ചെയ്യുന്ന ഇക്വേഷൻ, ആർ പാസസ് 2 ലൈൻസ്. -3x1 + 4x2 = 12. നെക്സ്റ്റ് ഇക്വേഷൻ ഏതാണ്? x1 = 4. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. -3x1 + 4x2 = 12 ആൻഡ് x1 = 4. ഈ x1 നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. -3 × 4 + 4x2 = 12. -12 + 4x2 = 12. 4x2 = 12 + 2. 12 + 12. Then x2 = 12 + 12 പറയുമ്പോൾ 24 ആണല്ലേ? സോ x2 = നമുക്ക് 24/4 വരും, 6. ഇപ്പോൾ നമുക്ക് x2 6 കിട്ടി, x1 നമുക്ക് 4 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണ്. എസ് ആണ് നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ പോയിന്റ് പാസ് ചെയ്യുന്ന 2 ലൈൻസ് എഴുതാം. എസ് പാസസ് ഓവർ 2 ലൈൻസ് അല്ലേ? ഏതൊക്കെയാണ് എസ് പാസ് ചെയ്യുന്ന 2 ലൈൻസ്? ഇക്വേഷൻസ് എടുത്തെഴുതാം. എസ് പാസ് ചെയ്യുന്ന 2 ലൈൻസ് ഏതൊക്കെയാണ്? x2 = 2 ആൻഡ് x1 = 4. നമുക്കൊന്നും ചെയ്യാനില്ല, x2 x1 തന്നിട്ടുണ്ട്. ഇനി ടി പാസസ് 2 ലൈൻസ്. ടി പാസ് ചെയ്യുന്ന 2 ലൈൻസ് ഏതൊക്കെയാണ്? x2 = 2 ആൻഡ് 2x1 + 3x2 = 12. ഈ x2 നമുക്ക് ഈ 2x1 + 3x2 = 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 കിട്ടും അല്ലേ? ഇപ്പോൾ 2x1 + 3 × 2 = 12. 2x1 = 3 × 2 6 = 12. 2x1 = 12 - 6. 2x1 = 12 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6. Then x1 = 6/2, that is 3. ഇവിടെ നമുക്ക് x2 x1 കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഒരു കോളം വരയ്ക്കാം. പോയിന്റ് x1 x2 z = 3x1 + 5x2. ഈ z = 3x1 + 5x2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ PQRST ഒക്കെ കണ്ടുപിടിച്ചില്ലേ? ആ എല്ലാ പോയിന്റ്സും അതിലെല്ലാം x1 x2 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ആ x1 x2 ഒക്കെ നമ്മൾ ഈ പോയിന്റ്സ് PQRST എന്ന് എഴുതിയിട്ട് അതിൽ നേരെ എഴുതാം. ദെൻ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ x1 ഏതൊക്കെയാണ് വരുന്നത്? പി എന്ന ആ ഒരു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പി എന്ന ഇക്വേഷനിൽ 0.75 ആണ് x1 വരുന്നത്. അപ്പോൾ നമ്മൾ അത് എഴുതി. അതുപോലെ Q എന്ന പോയിന്റിന്റെ x1 എത്രയാണ്? 0.80. ആറിൻ്റെ x1 4, എസിലെ x1 4, ടിയിലെ x1 3. ഇനി x2 എഴുതാം. x2 കോളം എഴുതാം. പിയിൽ x2 നമ്മൾ 3.5 ആണ് കിട്ടിയത്, ക്യൂവിൽ 3.6 ആണ്, ആറിൽ 6, എസിൽ 2, ടിയിൽ 2. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സോൾവ് ചെയ്യാണ്. z = 3x1 അല്ലേ? അപ്പോൾ 3 × x1 എത്രയാണ്? 0.75 + 5 × 3.5. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9.75 കിട്ടും. നെക്സ്റ്റ് അടുത്തത് z = 3 × 0.80 + 5 × 3.6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 20.4 കിട്ടും. നെക്സ്റ്റ് z = 3 × 4 + 5 × 6, that is 42. Next 3 × 4 + 5 × 2, 22 കിട്ടും. z = 3 × 3 + 5 × 2,
ദാറ്റ് ഈസ് 19. ഇപ്പോൾ നമുക്ക് സെഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് സെഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളോട് മിനിമൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മിനിമൈസ് ചെയ്യാൻ, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറവുള്ള പോയിന്റാണ് നമ്മൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 19 ആണ് ഏറ്റവും ലീസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ ഏതാണ്? ടി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ദ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ടി. x1 = 3, x2 = 2 and z = 19. ഇതാണ് ഫൈനൽ ആൻസർ.